ഇന്നത്തെ പ്രധാന വാർത്തകൾ നോക്കിയാൽ തെരഞ്ഞെടുപ്പോടുകൂടി ട്രെൻഡിംഗ് ആയ പോറ്റിയെ കേറ്റി എന്ന ഗാനത്തിനെതിരെ പരാതി നൽകിയിരിക്കുകയാണ്. നമുക്കറിയാം, ഇലക്ഷൻ സമയങ്ങളിലും ഇപ്പോഴും സജീവമായി സോഷ്യൽ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ഗാനം കൂടിയാണിതല്ലേ. നോക്കാം ഈ മണിക്കൂറുകളിലെ പ്രധാന വാർത്തകൾ ഫസ്റ്റ് റൗണ്ട് അപ്പിലൂടെ. ആദ്യം തലക്കെട്ടുകളിലേക്ക്. പോറ്റിയെ കേറ്റിയ ഗാനം DGP അന്വേഷണത്തിന് ഉത്തരവിട്ടു. മൂടൽമഞ്ഞ് ഇന്ന് 10 വിമാനങ്ങൾ റദ്ദാക്കി. അനന്ത് അംബാനിയുടെ വൻതാരയിൽ സന്ദർശനം നടത്തി ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി. അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തി മാർട്ടിൻ ആന്റണിക്കെതിരെ വീണ്ടും കേസ്. VC നിയമനം ഗവർണറും സർക്കാരും ഒത്തുതീർപ്പിൽ. വാർത്തകൾ വിശദമായി. സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്ന പോറ്റിയെ കേറ്റിയെ എന്ന ഗാനത്തിനെതിരെ ഉയർന്ന പരാതികളിൽ DGP അന്വേഷണത്തിന് ഉത്തരവിട്ടു. ശബരിമല ആചാരങ്ങളെയും അയ്യപ്പ ഭക്തരെയും അപമാനിക്കുന്ന രീതിയിലാണ് ഗാനമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വിവിധ സംഘടനകൾ പരാതി നൽകിയത്. ശബരിമല ആചാരങ്ങളെയും അയ്യപ്പ ഭക്തരെയും പരിഹസിക്കുന്ന രീതിയിൽ ഗാനം ചിത്രീകരിച്ചു എന്ന പരാതിയെ തുടർന്നാണ് ഈ നീക്കം. വിശ്വാസികളുടെ വികാരത്തെ വ്രണപ്പെടുത്തുന്ന വരികളും ദൃശ്യങ്ങളും ഗാനത്തിലുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി നിരവധി സംഘടനകൾ പോലീസിനെ സമീപിച്ചിരുന്നു. ഭക്തിഗാനങ്ങളെ വികലമായ രീതിയിൽ പാരഡിയായി അവതരിപ്പിച്ചു എന്നതാണ് പ്രാഥമിക കണ്ടെത്തൽ. ഗാനത്തിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ചവർക്കെതിരെയും ഇത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചവർക്കെതിരെയും കർശന നിയമ നടപടി സ്വീകരിക്കാനാണ് DGP നൽകിയിരിക്കുന്ന നിർദ്ദേശം. മതസ്പർദ്ധ വളർത്തുന്ന രീതിയിലുള്ള ഉള്ളടക്കങ്ങൾക്കെതിരെ സൈബർ സെല്ലിന്റെ നിരീക്ഷണവും ശക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കൊച്ചി. ഡൽഹിയിൽ മൂടൽമഞ്ഞ് ശക്തമായതിനെ തുടർന്ന് ഇന്നും വിമാന സർവീസുകൾ തടസ്സപ്പെട്ടു. ഇന്ന് 10 വിമാനങ്ങളാണ് ഇതുവരെ റദ്ദാക്കിയത്. ഇന്നലെ 131 വിമാനങ്ങൾ റദ്ദാക്കിയിരുന്നു. ഡൽഹിയിൽ മൂടൽമഞ്ഞും അന്തരീക്ഷ മലിനീകരണവും രൂക്ഷമാകുന്നു. വിമാന സർവീസുകൾ ഉൾപ്പെടെ തടസ്സപ്പെട്ടതോടെ യാത്രക്കാർ ദുരിതത്തിലായിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ഡൽഹിയിൽ മൂടൽമഞ്ഞ് കനത്ത രീതിയിലാണ് അനുഭവപ്പെടുന്നത്. ദൃശ്യപരത കുറഞ്ഞതിനെ തുടർന്ന് ഇന്നും 10 വിമാനങ്ങൾ റദ്ദാക്കി. ഇന്നലെ മാത്രം 131 വിമാനങ്ങൾ റദ്ദാക്കിയിരുന്നു. അന്തരീക്ഷ മലിനീകരണം രൂക്ഷമായതോടെ നഗരത്തിൽ അധികൃതർ കൂടുതൽ നിയന്ത്രണങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വായു ഗുണനിലവാരം കുറയുന്നത് ജനങ്ങളുടെ ആരോഗ്യത്തെയും സാരമായി ബാധിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിലും സമാനമായ സാഹചര്യം തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ നൽകുന്ന മുന്നറിയിപ്പ്. യാത്രക്കാർ വിമാന കമ്പനികളുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ സർവീസുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ നേരത്തെ തന്നെ ഉറപ്പുവരുത്തേണ്ടതാണെന്ന് വിമാന കമ്പനികളും അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ഡൽഹി. ലോക ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി ഗുജറാത്തിലെ ജാംനഗറിലുള്ള അനന്ത് അംബാനിയുടെ വന്യജീവി സംരക്ഷണ കേന്ദ്രമായ വൻതാര സന്ദർശിച്ചു. എന്നാൽ അതൊരു സാധാരണ താര സന്ദർശനമായിരുന്നില്ല, മറിച്ച് പുരാതന ഭാരതീയ പാരമ്പര്യവും ആധുനിക ശാസ്ത്രീയ മൃഗസംരക്ഷണവും ഒരു ആഗോള മനുഷ്യസ്നേഹിയുടെ കണ്ണുകളിൽ ഒന്നിക്കുന്ന അപൂർവ സംഗമമായിരുന്നത്. പ്രകൃതിയോടുള്ള സനാതനധർമ്മത്തിന്റെ ആദരവിൽ വേരൂന്നിയ പവിത്രമായ ആചാരങ്ങളിൽ തുടങ്ങി ലോകോത്തര നിലവാരത്തിലുള്ള വന്യജീവി പുനരധിവാസത്തിന്റെ ഹൃദയത്തിലേക്ക് ആഴത്തിൽ ഇറങ്ങിച്ചെല്ലുന്നതായിരുന്നു മെസ്സിയുടെ സന്ദർശനം. മെസ്സിയുടെ ജീവിതത്തിലെ അവിസ്മരണീയമായ ഒരു അധ്യായമായി അത് മാറുകയും ചെയ്തു. അദ്ദേഹത്തിന് ഊഷ്മളവും പരമ്പരാഗതവുമായ വരവേൽപ്പാണ് വൻതാരയിൽ ലഭിച്ചത്. എല്ലാ സംരക്ഷണ പ്രവർത്തനങ്ങളും പ്രകൃതിയോടുള്ള ആത്മീയ മെസ്സിക്കായി വൻതാരയിൽ ഒരുക്കിയത്. സനാതനധർമ്മത്തിന്റെ കാതലായ ഈ ആശയം മെസ്സിയുടെ സന്ദർശനത്തിന് സവിശേഷമായ ഒരു തലം നൽകുകയും ഒരു സാധാരണ സെലിബ്രിറ്റി പര്യടനത്തിൽ നിന്ന് പ്രകൃതിയോടുള്ള ആദരവിൽ അധിഷ്ഠിതമായ ഒരു തീർത്ഥാടനമാക്കി മാറ്റുകയും ചെയ്തു. സഹതാരങ്ങളായ ലൂയിസ് സുവാരസ്, റോഡ്രിഗോ ഡി പോൾ എന്നിവരോടൊപ്പം വൻതാരയിൽ കാലുകുത്തിയ മെസ്സിയെ കാത്തിരുന്നത് കാഴ്ചയുടെയും ശബ്ദത്തിന്റെയും വർണ്ണങ്ങളുടെയും ഒരു സമന്വയമായിരുന്നു. ക്ഷേത്രത്തിൽ നടന്ന മഹാ ആരതിയിലും മെസ്സി പങ്കാളിയായി. ഹരിതോർജ സമുച്ചയവും ലോകത്തിലെ ഏറ്റവും വലിയ റിഫൈനറി കോംപ്ലക്സും സന്ദർശിച്ച മെസ്സി ഈ സംരംഭങ്ങളുടെ വലിപ്പവും അതിനു പിന്നിലെ ദീർഘവീക്ഷണവും കണ്ട് തന്റെ അത്ഭുതം മറച്ചുവെച്ചില്ല. ഓരോ കേന്ദ്രത്തിലും വിദഗ്ധ വെറ്റിനറി പരിചരണം, ഓരോ മൃഗത്തിനും അനുയോജ്യമായ പോഷകാഹാരം, സ്വഭാവ പരിശീലനം, ശാസ്ത്രീയമായ പരിപാലന രീതികൾ എന്നിവയിലൂടെ മൃഗങ്ങൾ ആരോഗ്യത്തോടെ ജീവിക്കുന്നത് അദ്ദേഹം നിരീക്ഷിച്ചു.
ന്യൂസ് ഡെസ്ക്, മുംബൈ. നടിയെ ആക്രമിച്ച കേസിലെ പ്രതി മാർട്ടിൻ ആന്റണിക്കെതിരെ പോലീസ് പുതിയ കേസെടുത്തു. അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തിക്കൊണ്ട് വീഡിയോ പ്രചരിപ്പിച്ചതിനെ തുടർന്നാണ് ഈ നടപടി. ഈ കേസിലെ ശിക്ഷാവിധിക്ക് മുൻപ് മാർട്ടിൻ ആന്റണി പുറത്തിറങ്ങിയ സമയത്താണ് വിവാദ വീഡിയോ ചിത്രീകരിച്ചത്. മാർട്ടിൻ ആന്റണി ജയിലിലാകുന്നതിന് മുൻപ് ചിത്രീകരിച്ച വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നത്. വീഡിയോയിൽ അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്നതിനോടൊപ്പം അവരെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള പരാമർശങ്ങളുമുള്ളതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഈ വീഡിയോയ്ക്ക് പിന്നിൽ ദിലീപിനെ വെള്ളപൂശാനുള്ള ഗൂഢശ്രമങ്ങൾ ഉണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. സംഭവത്തിൽ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് അടിയന്തര നടപടി സ്വീകരിച്ചത്. കൂടുതൽ പ്രതികൾക്കായി സൈബർ പെട്രോളിംഗ് ശക്തമാക്കിയിരിക്കുകയാണ്. അതിജീവിതയുടെ അവകാശങ്ങൾ ലംഘിക്കുന്ന തരത്തിലുള്ള ഉള്ളടക്കങ്ങൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെയും കർശന നടപടി ഉണ്ടാകുമെന്ന് അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, കൊച്ചി. കേരളത്തിലെ സർവകലാശാല VC നിയമനവുമായി ബന്ധപ്പെട്ട് ഗവർണറും സർക്കാരും തമ്മിലുണ്ടായിരുന്ന ദീർഘകാലത്തെ തർക്കം ഒത്തുതീർപ്പിലേക്ക്. ഡിജിറ്റൽ സർവകലാശാല VC-യായി സജി ഗോപിനാഥിനെയും സാങ്കേതിക സർവകലാശാല VC-യായി സിസ തോമസിനെയും നിയമിക്കാനുള്ള നിർദ്ദേശത്തിന് ഗവർണർ അംഗീകാരം നൽകി. ഡിജിറ്റൽ സർവകലാശാല VC-യായി സജി ഗോപിനാഥിനെയും KTU VC-യായി സിസ തോമസിനെയും നിയമിക്കാനാണ് ധാരണയായിരിക്കുന്നത്. സർക്കാരിന്റെ ശുപാർശയിൽ ഗവർണർ ഒപ്പുവെച്ചതോടെ മാസങ്ങളായി നീണ്ടുനിന്ന അനിശ്ചിതത്വത്തിനാണ് വിരാമമാകുന്നത്. നിയമപരമായ നടപടിക്രമങ്ങൾ പാലിക്കാത്തതിനെ തുടർന്ന് VC-മാരെ പുറത്താക്കിയ സുപ്രീം കോടതി വിധിക്ക് ശേഷമാണ് ഗവർണറും സർക്കാരും തമ്മിലുള്ള പോര് ശക്തമായത്. എന്നാൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ സ്തംഭനാവസ്ഥ കണക്കിലെടുത്ത് ഇരുവിഭാഗവും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുകയായിരുന്നു. പുതിയ VC-മാർ ചുമതലയേൽക്കുന്നതോടെ സർവകലാശാലകളുടെ പരീക്ഷാ നടത്തിപ്പും സർട്ടിഫിക്കറ്റ് വിതരണവും വേഗത്തിലാകുമെന്നാണ് വിദ്യാർത്ഥികളുടെ പ്രതീക്ഷ. ഇതുവരെയുള്ള ഫസ്റ്റ് റൗണ്ട് അപ്പ് വാർത്തകൾ കഴിഞ്ഞു. വരും മണിക്കൂറുകളിലെ വാർത്തകളുമായി വീണ്ടും കാണാം.